ഹായ്, ജോഫി ജോസ് ആണ്. മോഷണ പരമ്പര വീഡിയോയുടെ രണ്ടാം ഭാഗത്തിലേക്ക് സ്വാഗതം. ആദ്യത്തെ വീഡിയോ കണ്ടിട്ട് എൻ്റെ കുറേ സുഹൃത്തുക്കൾ എന്നോട് ചോദിച്ചു, എന്തിനാണ് ഞങ്ങളെയൊക്കെ പേടിപ്പിക്കണതെന്ന്. പേടിപ്പിക്കുന്നതല്ല, UK-ലെ ഒരു സത്യാവസ്ഥ ഞാൻ നിങ്ങളോട് തുറന്നു പറഞ്ഞതാണ്. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ കഴിഞ്ഞ പ്രാവശ്യത്തെ വീഡിയോയിൽ നിന്ന് വിഭിന്നമായിട്ട് കുറച്ചും കൂടെ തലമൂത്ത കള്ളന്മാർ, അവർ കേന്ദ്രീകരിച്ചിരിക്കുന്നത് വീടുകളിലേക്കാണ്. വീടുകളിലേക്ക് ഇടിച്ചു കയറുന്ന കള്ളന്മാരുടെ ഹൈടെക് കള്ളന്മാർ മുതൽ ലോക്കൽ കള്ളന്മാർ വരെയുണ്ട്, ചെറിയ കുട്ടികളുടെ സംഘം വരെയുണ്ട്. കഥകൾ എല്ലാം നമുക്ക് വീഡിയോകളിൽ കൂടെ പറഞ്ഞു പോവാം. അപ്പോൾ നമുക്ക് വീഡിയോ കാണാം. എത്രയും പെട്ടെന്ന് വന്ന് തൻ്റെ പണി തീർത്തു പോകുന്ന കുറച്ച് സംഘങ്ങളുണ്ട്. അതല്ല, ആരെയും അറിയിക്കാതെ ഒച്ചയും അനക്കുമില്ലാതെ എങ്ങനെ മോഷണം നടത്തി പോകാം എന്ന് നോക്കുന്ന വേറെ വിഭാഗങ്ങളുണ്ട്. രണ്ടുമല്ലാതെ കല്യാണ വീട്ടിലേക്ക് ചെന്ന് കയറുന്ന ലാഘവത്തോടെ കൂട്ടം കൂടി ചെന്ന് ആരെയും കൂസാക്കാതെ ആയുധങ്ങളുമായി ചെന്ന് കയറുന്ന കണ്ണിൽ ചോരയില്ലാത്ത കള്ളന്മാരുടെ വിഭാഗം വേറെയുണ്ട്. ആദ്യത്തെ വീഡിയോയിൽ കാണുന്നത് കുട്ടികളുടെ ഒരു സംഘമാണ്. അവർ മോഷ്ടിക്കുന്നത് പട്ടാപ്പകലാണ്. അതും മോഷണത്തിന് ഉപയോഗിക്കുന്ന ടൂൾ എന്ന് പറയുന്നത് ജസ്റ്റ് ഒരു കമ്പി വളച്ചതാണ്. ആ സംഭവം വെച്ച് അവർ ചില്ല് ഈസി ആയിട്ട് പൊട്ടിച്ച് അകത്ത് കയറുന്ന ഒരു വീഡിയോ ആണ് ഇത് കാണുന്നത്. അവർ ഭാവിയിൽ മികച്ച കള്ളന്മാരിലേക്ക് കയറിപ്പോകുന്ന ചവിട്ടുപടികളാണ് നമ്മൾ ഈ വീഡിയോയിൽ കാണുന്നത്. എന്നാൽ ഈ വീഡിയോയിൽ നമ്മൾ കാണുന്നത് രണ്ടുപേര് ആരെയും അറിയിക്കാതെ ഒച്ച അനക്കം ഇല്ലാതെ ചില്ല് പൊട്ടിക്കുന്നതിന് പകരം വിൻഡോ അകത്തിയാണ് അകത്ത് കയറാൻ ശ്രമിക്കുന്നത്. അവരുടെ ആ പരിശ്രമം ഒടുവിൽ വിജയം കണ്ടു. അവരും വളരെ മെയ് വഴക്കത്തോടെ അകത്തോട്ട് കയറി പോകുന്നതാണ് ഇതിൽ കാണുന്നത്. ഇതിലാണെങ്കിൽ വീടിന് ചുറ്റും നടക്കാണ്. ഇനി കാണാൻ പോകുന്ന വീഡിയോയിലാണ് ഭയങ്കര അഗ്രസീവായിട്ട്, അതായത് കുറച്ച് സമയമുള്ളൂ, അപ്പോൾ എങ്ങനെയായാലും ഒച്ചും ബഹളം ഉണ്ടാക്കിയാലും വീട്ടിലേക്ക് ഇടിച്ചു കയറണം എന്നുള്ള ചിന്തയിൽ കൂടി ഇടിച്ചു കയറുന്ന, എങ്ങനെയായാലും വീട്ടിലേക്ക് കയറി പോകണം എന്നുള്ള ചിന്തയിൽ അവനെ അടിച്ചു കയറി പോകുന്ന കുറച്ച് ആൾക്കാരുടെ വീഡിയോ ആണ്. ചുറ്റിയൊക്കെ ഉപയോഗിച്ച് ചില്ലൊക്കെ തകർത്ത് അകത്ത് കയറുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. ഈ വീഡിയോയിലാകട്ടെ കള്ളന്മാർ കുറച്ച് ബുദ്ധി ഉപയോഗിക്കുന്നുണ്ട്. ഡെലിവറിക്ക് വന്ന ആളെ പോലെ നിന്നിട്ട് വീട്ടുടമസ്ഥനോട് ഡോറ് തുറക്കാനായിട്ട് അഭ്യർത്ഥിക്കുന്നു. വീട്ടുടമ ഡോറ് തുറക്കുന്ന സമയം കൊണ്ട് അയാളും അയാളുടെ കൂട്ടാളികളും വീട്ടിലേക്ക് ഇരിച്ചു കയറുന്ന വീഡിയോ ആണ്. ഈ വീഡിയോ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ആയുധധാരികളായ എന്തിനും പോകുന്ന കുറച്ച് ആളുകൾ ഒരു വീട്ടിലേക്ക് വളരെ ഈസി ആയിട്ട് ചിരിച്ച് കളിച്ച് ഉല്ലസിച്ചുകൊണ്ട് കയറുന്നതും ആ വീട് ആക്രമിക്കാനായിട്ട് പ്ലാൻ ഇടുന്നതും, അവരുടെ കയ്യിൽ വലിയ കത്തിയൊക്കെ ഉണ്ട്. അപ്പോൾ അവരെങ്ങനെയാണ് ആ വീട്ടിലേക്ക് കയറാൻ പോകുന്നതെന്ന് നിങ്ങളൊന്ന് നോക്കുക. ആരെയും കൂസാക്കാതെ ഒട്ടും പേടിയില്ലാതെ ഇവർക്ക് കാട്ടിക്കൂട്ടുന്ന കാഴ്ചകൾ ശരിക്കും ഭീതിജനകമാണ്. ഈ വീഡിയോയിൽ പട്ടാപ്പകൽ റോഡ് സൈഡുള്ള ഒരു വീട്ടിലേക്ക് ഒരാൾ വന്ന് കയറി വീടിൻ്റെ ഡോറിൽ മുട്ടി നോക്കുന്നു. വീട്ടിൽ ആരും ഇല്ലയെന്ന് മനസ്സിലാക്കിക്കൊണ്ട് കൂട്ടാളികളൊക്കെ വന്ന് ഡോറ് കുത്തി തുറക്കാനുള്ള ശ്രമമാണ്. അപ്പോഴേക്കും അയൽവക്കത്തുള്ളവരൊക്കെ അറിഞ്ഞ് അവർ ഓടി രക്ഷപ്പെടുകയാണ്. അപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് പകലാണ് ഇവന്മാർ ആരെയും കൂസാക്കാതെ ഇതൊക്കെ ചെയ്യുന്നത്. ശരിക്കും നമ്മൾ ഞെട്ടിത്തെരിച്ചു പോകുന്ന വീഡിയോസായിട്ട് ഇതൊക്കെ.
ഇങ്ങനെ വീടുകളിലേക്ക് കയറുന്ന കള്ളന്മാർ വീട്ടിലെ സാധനങ്ങളെക്കാൾ ഉപരി വീട്ടിലെ വാഹനങ്ങളും കൂടെ ലക്ഷ്യമിടുന്നുണ്ട്. അങ്ങനെ വാഹനങ്ങൾ ലക്ഷ്യമിടുന്ന കുറേ ഹൈടെക് കള്ളന്മാരെയാണ് ഞാൻ പരിചയപ്പെടുത്തുന്നത്. നമുക്ക് വീഡിയോ നോക്കാം. കീ കിട്ടിയില്ലെങ്കിലും അവരുടെ കയ്യിലിരിക്കുന്ന ന്യൂജൻ ടൂൾ ഉപയോഗിച്ച് അല്ലെങ്കിൽ ന്യൂജൻ ഒരു ഡിവൈസ് ഉപയോഗിച്ച് അവർ കീ ഇല്ലാതെ തന്നെ വണ്ടി എടുത്തുകൊണ്ട് പോകുന്ന കാഴ്ചയാണ്. ഇതിനവർ ഉപയോഗിക്കുന്നത് ഒരു ഡിവൈസാണ്. ആ ഡിവൈസ് എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ വീടുകളിലേക്ക് കയറുമ്പോൾ തന്നെ കീ നമ്മൾ ഏറ്റവും അടുത്തുള്ള സ്ഥലത്ത് വെച്ചിട്ട് മുകളിലേക്ക് കയറിപ്പോവും, ബാക്കി കാര്യങ്ങൾ നോക്കും. കള്ളന്മാർ നമ്മുടെ ചുമരിൻ്റെ അടുത്തൊക്കെ ഈ ഡിവൈസ് വെച്ചിട്ട് അതിൽ നിന്നുള്ള നമ്മുടെ കീയിൽ നിന്നുള്ള തരംഗങ്ങൾ ആ ഡിവൈസിലേക്ക് പിടിച്ചെടുത്തിട്ട് എന്നിട്ട് ആ ഡിവൈസ് ആക്ടിവേറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ വണ്ടി അൺലോക്ക് ആവുന്ന ഒരു കാഴ്ചയാണ്. അങ്ങനെ 3-4 കാറുകൾ എടുത്തുകൊണ്ട് പോകുന്ന കാഴ്ചയായിട്ട് ഞാൻ ഇപ്പോൾ കാണിച്ചു തരുന്നത്. ഒന്ന് കണ്ടു നോക്കുക. അടുത്ത വീഡിയോയിൽ ഡിവൈസ് ഒന്നും വേണ്ട, വണ്ടി അവർ നോക്കി വെക്കുന്നു, ഡോറ് പൊളിച്ച് അകത്ത് കയറി കീ എടുത്ത് വണ്ടി കൊണ്ടുപോകുന്ന കാഴ്ചകളാണ്. വീഡിയോയിൽ നമ്മൾ കാണുന്നത് പട്ടാപ്പകൽ തന്നെ ഒരുപാട് വീടുകൾ തൊട്ടടുത്തുണ്ടായിട്ട് പോലും ഒരുപാട് കള്ളന്മാർ വീട്ടിലേക്ക് കയറി ആ വീട്ടിൽ നിന്ന് കാറിൻ്റെ കീ എടുത്ത് അവിടെ കിടക്കുന്ന കാർ എടുത്തുകൊണ്ട് പോകാൻ ശ്രമിക്കുന്ന വീഡിയോ. പക്ഷേ അയൽവക്കത്തെ ഒരാൾ സംയോജിതമായി ഇടപെട്ടതുകൊണ്ട് കള്ളന്മാർക്ക് തിക്കുമുട്ടുണ്ടാകുകയും കള്ളന്മാർക്ക് ആ കാർ എടുത്തുകൊണ്ട് പോകാൻ പറ്റാത്ത രീതിയിൽ അയാളുടെ റേഞ്ച് റോവർ വട്ടമിട്ട് കള്ളന്മാരെ തടയുന്ന ഒരു കാഴ്ചയാണ് ഈ വീഡിയോയിൽ കാണുന്നത്. ഈ വീഡിയോയിൽ ഭയങ്കര രസമായിട്ട് അകത്തേറിയ കള്ളന്മാർ ചെയ്യുന്ന കുറച്ച് വിക്രിയകളായിട്ട് അത് ഭയങ്കര ഈസി ആയിട്ട് ഇവർ ഭയങ്കര റിലാക്സറായിട്ട് അകത്ത് കയറി ഇപ്പോൾ ആരുമില്ല. അപ്പോൾ ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കുശലൊക്കെ പറഞ്ഞ് വർത്താനൊക്കെ പറഞ്ഞ് നിനക്ക് എന്താ വേണ്ട അതെടുത്തോ, നീ ഇതെടുത്തോ അതെടുത്തോ എന്നൊക്കെ പറഞ്ഞിട്ട് 1-2 പ്രാവശ്യം വന്ന് കയറി ആ വീട്ടിലുള്ള സകല സാധനങ്ങളും അടിച്ചുകൊണ്ട് പോകുന്നൊരു വീഡിയോ ആണിത്. പോലീസും നാട്ടുകാരൊക്കെ ഇതിനെതിരെ പ്രതികരിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ പ്രതികരിക്കുന്നുണ്ട്. പക്ഷേ ഏറ്റവും ആദ്യം നമ്മൾ ഓർക്കണം, നമ്മുടെ വീട്ടിൽ കള്ളന്മാർ കയറി കഴിഞ്ഞാൽ ആദ്യം തന്നെ അവരെ എതിർക്കാനല്ല നിൽക്കേണ്ടത്, അവർ പറയുന്നത് അനുസരിക്കുക. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ജീവിതം ഒന്നേ ഉള്ളൂ, നമുക്ക് പിന്നീടും വാങ്ങിച്ച് അല്ലെങ്കിൽ സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്ന സാധനങ്ങൾ നമുക്ക് പിന്നീടായാലും വാങ്ങിച്ചെടുക്കാം. എന്തുകൊണ്ടെന്നാൽ ഈ വീഡിയോ ഒന്ന് കണ്ടു നോക്കുക. വീട്ടിലേക്ക് കയറി വരുന്ന കള്ളന്മാരെ നേരിടാനായിട്ട് ഒരാൾ ഒരുങ്ങുന്നതും ഭാഗ്യവശാൽ അയാളുടെ പ്രതികരണം കണ്ട് കള്ളന്മാർ തിരിച്ചു പോവുകയാണ്. പക്ഷെ എല്ലാ അവസരത്തിലും അങ്ങനെ ആയിക്കൊള്ളണമെന്നില്ല. അതുപോലെ ഈ വീഡിയോയിൽ മോഷ്ടാക്കളെ പോലീസ് തടയുന്ന കാഴ്ചയാണ്. എങ്കിലും മോഷ്ടാക്കൾ അവിടെ നിന്ന് എങ്ങനെയെങ്കിലൊക്കെ രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് അവിടെ കിടക്കുന്ന വാഹനങ്ങളൊക്കെ ഇടിച്ചു തെറിപ്പിക്കാൻ നോക്കുന്ന അവസാനം പോലീസ് തോക്ക് ചൂണ്ടി അവരെ കീഴ്പ്പെടുത്തുന്ന കാഴ്ചയാണ് ഈ കാണുന്നത്. അപ്പോൾ എല്ലാവരും ചോദിക്കുന്നുണ്ടാവും ഇതിനെതിരെ നമുക്കൊന്നും ചെയ്യാനില്ലേ എന്ന്. നമുക്ക് ചെയ്യാനായിട്ടുണ്ട്. നമുക്ക് ഒരുപാട് മുൻകരുതലുകൾ നമുക്ക് എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ വിപത്തുകളിൽ നിന്നൊക്കെ ഒരു പരിധി വരെ നമുക്കൊരു സംരക്ഷണം കിട്ടും. പലർക്കും ഇതെല്ലാം അറിയാവുന്നതായിരിക്കും, എങ്കിലും ഞാനൊന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. എന്താ നമുക്ക് നോക്കാം.
ആദ്യം തന്നെ നല്ലൊരു ഇൻഷുറൻസ് എടുക്കണം. നമ്മുടെ സ്ഥാവര ജംഗമ വസ്തുക്കൾക്കെല്ലാം ഒരു നല്ല ഇൻഷുറൻസ് ഉണ്ടെങ്കിൽ നമ്മുടെ കയ്യിൽ നിന്ന് എന്ത് പോയാലും നമ്മൾ പേടിക്കേണ്ട. അപ്പം നമ്മൾക്ക് ഫിനാൻഷ്യലി ഉണ്ടാകുന്ന നഷ്ടം വളരെയധികം നമുക്ക് കുറയ്ക്കാനായിട്ട് അതുവഴി സാധിക്കും. ഓർക്കുക, വീട്ടിലേക്ക് കയറി വരുന്ന കള്ളന്മാരെ എതിർക്കാതെ അവർ പറയുന്നത് അനുസരിക്കുക, അവർ പറയുന്ന സാധനങ്ങളൊക്കെ കൊടുക്കുക. ഇവിടെ മലയാളികൾ കളിയാക്കി പറയും, കള്ളന്മാർക്ക് വേണമെങ്കിൽ കാപ്പി വേണമെന്ന് വരെ ചോദിക്കേണ്ട അവസ്ഥയാണ് UK നിന്ന്. അടുത്തത്, മോഷണത്തിനുള്ള സാഹചര്യങ്ങൾ പരമാവധി ഒഴിവാക്കുക. പ്രത്യേകിച്ച് വീടിന് ചുറ്റും ക്യാമറകൾ സ്ഥാപിക്കുക. ഇപ്പോഴത്തെ ക്യാമറകളൊക്കെ ഏറ്റവും മോഡേൺ ടെക്നോളജിയൊക്കെ ഉപയോഗിച്ചിട്ടുള്ള ക്യാമറകളായതുകൊണ്ട് തന്നെ കള്ളന്മാർ കയറുമ്പോൾ തന്നെ നമുക്ക് അതിനെ അറിയാനായിട്ടും നമുക്ക് അതിനെതിരെ ഒരു ആക്ഷൻ സ്വീകരിക്കാനായിട്ടും സാധിക്കുന്നതാണ്. അപ്പം നല്ല സെക്യൂരിറ്റി സിസ്റ്റം വീടിനുള്ളിലും പുറത്തും സ്ഥാപിക്കണം. പിന്നെ നമ്മുടെ ചുറ്റുപാടും നമ്മൾ ആ വീട്ടിലില്ല എന്ന് തോന്നിക്കുന്ന രീതിയിലുള്ള ഒരു സാധനം നമ്മൾ കള്ളന്മാരെ അറിയിക്കാതിരിക്കാൻ പരമാവധി ശ്രമിക്കുക. അതായത് വീടിന് പുറത്ത് വേസ്റ്റ് ബിന്നൊക്കെ നമ്മൾ 3-4 ദിവസം അതേ സ്ഥാനത്ത് വീടിന് പുറത്തൊക്കെ റോഡിലൊക്കെ ഇരിക്കുന്നത് കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും കള്ളന്മാർക്ക് ആ വീട്ടിൽ ആളില്ല എന്ന് മനസ്സിലാവും. നമ്മളില്ലെങ്കിൽ നമ്മളുടെ അയൽവക്കക്കാരോടൊക്കെ പറഞ്ഞ് നമ്മുടെ വേസ്റ്റ് ബിന്നൊക്കെ മാറ്റി വയ്ക്കാനൊക്കെ ആയിട്ട് ഓർക്കുക. ഇത് നമ്മുടെ കാർ കീ, അതായത് കാറിൻ്റെ കീ ഒക്കെ നമ്മൾ വീട്ടിലേക്ക് കയറുമ്പോൾ തന്നെ വീടിനോട് ചേർന്ന്, അതായത് ചുമരിനോട് ചേർന്ന് നമ്മളത് എവിടെയെങ്കിലും വെച്ച് പോവുകയാണെങ്കിൽ അവരുടെ കയ്യിലുള്ള ഡിവൈസ് ഉപയോഗിച്ച് നമ്മുടെ ചുമരിന് പുറത്താണെങ്കിൽ പോലും അവർക്ക് ആ നമ്മുടെ കീയിൽ നിന്നുള്ള തരംഗങ്ങൾ ഉപയോഗിച്ചിട്ട് നമ്മുടെ കാർ അൺലോക്ക് ചെയ്യാം. അതായത് കള്ളന്മാർക്ക് കാർ എടുക്കാൻ വേണ്ടി അകത്ത് കയറണം എന്നില്ല. കീ നമ്മൾ പരമാവധി മാറ്റി വയ്ക്കാനൊക്കെ ആയിട്ട് സാധിക്കുകയാണെങ്കിൽ അങ്ങനെ ചെയ്യാം. ഡെലിവറിക്കൊക്കെ വേണ്ടി നമ്മുടെ വീട്ടിലേക്ക് വരുന്നവർ നമ്മുടെ വീട്ടിലേക്ക് വരേണ്ടവർ തന്നെയാണോ, ആ വന്നേക്കുന്നത് നമുക്ക് വേണ്ടിയിട്ടുള്ള ഡെലിവറി തന്നെയാണോ എന്ന് പ്രത്യേകം ചെക്ക് ചെയ്യുക. പെട്ടെന്ന് കയറി പെട്ടെന്ന് പോകാനുള്ള വ്യഗ്രതയിലായിരിക്കും കള്ളന്മാർ. അപ്പം നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ പെട്ടെന്ന് കയറുന്ന സമയം കൊണ്ട് പെട്ടെന്ന് കിട്ടാനുള്ള സാധനങ്ങളെ അവർ എടുക്കുള്ളൂ. അതുകൊണ്ട് വിലപിടിപ്പുള്ള സാധനങ്ങൾ പരമാവധി ഇത്തിരി ദൂരേക്കോ അല്ലെങ്കിൽ ഒന്ന് ഒളിപ്പിച്ചു വയ്ക്കാനൊക്കെ മാക്സിമം ശ്രദ്ധിക്കുക. അപ്പോൾ അവർ ആ സമയത്തിനുള്ളിൽ കയ്യിൽ കിട്ടുന്ന സാധനങ്ങൾ എടുത്ത് പോകും. അപ്പോൾ സ്വർണം പോലെയുള്ള വിലപിടിപ്പുള്ള സാധനങ്ങളൊക്കെ എപ്പോഴും ഒളിപ്പിച്ചു വയ്ക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. ഒന്ന് നമ്മുടെ അയൽവക്കം എല്ലാവരുമായിട്ട് നമ്മളൊരു നല്ലൊരു റിലേഷൻഷിപ്പ് കീപ്പ് ചെയ്യുക. എല്ലാവരുമായിട്ട് ഒരു വാട്സപ്പ് ഗ്രൂപ്പ് എല്ലാം ഉണ്ടാക്കി ചുറ്റുപാട് നടക്കുന്ന സംഭവവികാസങ്ങളും അപരിചിതരെ സ്ഥിരമായിട്ട് കാണുന്നുണ്ടെങ്കിൽ എല്ലാവരോടും അതിനെക്കുറിച്ച് സംസാരിക്കുകയും അങ്ങനെ ഗ്രൂപ്പിലൊക്കെ ഒന്ന് ആക്റ്റീവായി നിൽക്കുകയാണെങ്കിൽ നമുക്ക് ഒരു പരിധി വരെ ഇങ്ങനത്തെ പ്രശ്നങ്ങളിൽ നിന്നൊക്കെ നമുക്ക് എല്ലാവരുടെ ഭാഗത്തു നിന്നൊരു സപ്പോർട്ട് ഉണ്ട് എന്നുള്ളൊരു ധൈര്യം നമുക്കുണ്ടാവും. അപ്പോൾ ഇത്തവണത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എങ്കിൽ കുരിശ് ജംഗ്ഷൻ എന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് ഓർക്കണം. അപ്പോൾ കുരിശ് ജംഗ്ഷന് വേണ്ടിയിട്ട് ജോഫി ജോസ്. താങ്ക് യു.